അവൾ എന്തെന്ന് എന്നോട് ചോദിച്ചതെന്നറിയാമോ? എൻ്റെ ഡാഡി അമ്മ എനിക്ക് എന്തെങ്കിലും മേടിച്ചു തന്നിട്ടുണ്ടോന്ന്. എന്തെങ്കിലും ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കണ്ണീര് കാണുമ്പോൾ ഒന്നല്ലെങ്കിൽ പപ്പ മേടിച്ചുകൊണ്ട് വരും, അല്ലെങ്കിൽ മാമ മേടിച്ചുകൊണ്ട് വരുന്നു. ശരിയല്ല കൊച്ചു പറഞ്ഞത്? എങ്ങനെ നിന്നെ കണ്ടല്ലേ പഠിക്കണം. ഞാൻ എന്ത് കുടുംബത്തിന് ചെയ്താലും നീ ഇതുവരെ അംഗീകരിച്ചിട്ടില്ലല്ലോ. അത് കണ്ടല്ലേ കൊച്ചും വളരണത്. കൂടുതൽ പറയിപ്പിക്കരുത്. ആ പ്രായമായ പെങ്കൊച്ച് അതിന് അത് വളർന്ന കാണുമ്പോഴത്തേന് എന്റെ നെഞ്ചിലെത്തി. ഇച്ചിരി വെള്ളം കോരി ഒഴിയടി. എല്ലാത്തിനും കൂടി വെള്ളത്തിലെടുത്ത് ചാവണ്ടി വരും. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വളച്ചിട്ടോ നീ കാര്യം പറ. പറഞ്ഞിട്ട് കാര്യമില്ലാത്തതുകൊണ്ടൊന്നും പറയാത്തത്. മനുഷ്യൻ വീട്ടിൽ ഒരു 5 മിനിറ്റ് സ്വസ്ഥമായിട്ടിരിക്കാന്ന് പറഞ്ഞു ഇവിടെ വരുമ്പോ ഇവിടെ ഇത് തന്നെയാണ് എന്നും. നീ കാര്യമല്ലാതെ പറയാണെങ്കിൽ പറ. കൊച്ചിന് എന്താണ് ഇപ്പൊ പ്രശ്നം? അപ്പുറത്ത് കനകൻ ആ നല്ലൂന് സ്വർണ്ണപാസരം മേടിച്ചു കൊടുത്ത് അത് അവള് കണ്ട്. അന്നേരം മുതൽ തുടങ്ങിയത് ആ കൊച്ചിന്റെ. അവള് വാങ്ങിച്ചു കൊടുത്ത് ഇവളെങ്ങനെ കണ്ടത്? അതാണോ വലിയ കാര്യം? കണ്ടു അങ്ങനെ വിചാരിച്ചോ? അവക്കൊന്നുമില്ല അല്ലേ? ആ കൊച്ചിന് 10-14 വയസ്സായി. അതിനൊരു സ്വർണത്തിന്റെ തരി ഉണ്ടോ ക്ലീറ്റോ? ഈ പ്രായമുള്ള പിള്ളേർക്ക് മാലയും വളയും കമ്മലും എല്ലാം ഉണ്ടാവും. എനിക്ക് ആ പ്രായത്തിൽ എല്ലാ സാധനവും എൻ്റെ അമ്മ ഉണ്ടാക്കി വെച്ച് തന്നിട്ടുണ്ട്. അതെ, അതൊക്കെ കെട്ടിക്കാറാവുമ്പോ അതെല്ലാം മേടിച്ചു മേടിച്ചു കൊടുക്കും. അതിന് എന്തെങ്കിലും ഒരു ആഗ്രഹം, അതിന്റെ ദേഹത്തൊരു സ്വർണത്തിന്റെ തരി ഉണ്ടോ ക്ലീറ്റോ? 2 മുട്ട് കമ്മലുണ്ട് പണ്ട് ഡാഡി മേടിച്ചു. പണ്ടത്തെ സ്വർണത്തിന്റെ വിലയല്ല ഇപ്പോഴും സ്വർണത്തിന്റെ വില. ഇത് തന്നെ അവള് പറയണത്. മക്കളോട് സ്നേഹം വേണം, അല്ലാതെ എപ്പോഴും എടുത്ത് പരിപ്പോട 8 രൂപയുടെ പരിപ്പോട മേടിച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചിന്റെ ആഗ്രഹം അങ്ങോട്ടെല്ലാം മതി. ഞാൻ മതിയാക്കി. അല്ലെങ്കിൽ ഞാൻ ഈ മിഷ്യൻ ചവിട്ടി ഉണ്ടാക്കിയത് കൊണ്ട് അതിനെ ഉടുക്കാനെങ്കിലും ഉണ്ട്. അയ്യോടാ, എനിക്ക് പിന്നെ നിന്നെ അല്ലേടി പേടിപ്പിക്കാൻ പറ്റും. വേറെ ആരെ പേടിപ്പിക്കാൻ പറ്റും ഡാഡിക്ക്? അയ്യോ, എനിക്ക് അപ്പുറത്തുള്ളവരെ പേടിപ്പിക്കണ്ട. ഞാൻ നിന്നെ വളർത്തുന്നത് എനിക്ക് പേടിപ്പിക്കാനും നിന്നെ സ്നേഹിക്കാനും നിന്നെ വഴക്ക് പറയാനും ഒക്കെ തന്നെടി. അയ്യോ, അങ്ങനെ കൊച്ചു കുട്ടികൾ ഒറ്റയ്ക്ക് ഇരുന്നൂടാ. ഭൂതം വരും, ഭൂതം വന്ന് പിടിക്കും. ഡാഡിയുടെ മുത്തേ, ഡാഡിയുടെ ചക്കരമുത്തേ, എന്താ 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 എന്റെ മുത്തിന്റെ പ്രശ്നം? എന്താണ് മുത്തിന് എന്താണ്? ഡാഡി മുത്തിന് എന്തെല്ലാം മേടിച്ചു തന്നിട്ടുണ്ട്. ഇതിപ്പോ ഒരു നിസ്സാര കള്ളി. നിനക്ക് ഇഷ്ടമുള്ള എന്തെല്ലാം ഡാഡി മേടിച്ചു തന്നിട്ടുണ്ട്? അങ്ങനെ പറയണ. നിനക്ക് ഇഷ്ടമുള്ള അരിയുണ്ട മേടിച്ചു തന്നിട്ടുണ്ട്, ലോലിപോപ്പ് മേടിച്ചു തന്നിട്ടുണ്ട്, പിന്നെ എന്തെല്ലോ മേടിച്ചു തന്നിട്ടുണ്ട്. അതിനെക്കാട്ടി ഇഷ്ടമുള്ള നിനക്ക് എന്താണ് ഇപ്പം? ഒരു പാദസരം. ഇപ്പൊ പറയോ ഡാഡിയുടെ പൈസ ഇല്ല, ഡാഡി കുറച്ചു വാങ്ങിച്ചു തരാം, പൈസ വരാണ്ട്. അയച്ചടാ, സത്യമാണ് മോളിപ്പോ പറഞ്ഞത്, സത്യമാണ്. ഡാഡിക്ക് ഉടനെ തന്നെ കുറച്ച് പൈസ വരും. ആ പൈസ കുറച്ച് പൈസ എടുത്ത് എന്റെ പൊന്നിന് ഡാഡി ഒരു നല്ല പാദസരം മേടിച്ചു തരും. എപ്പോഴും പറയല്ലോ വരാണ്ട്. ഞാൻ ഒന്നും കണ്ടിട്ടില്ല. ഉടനെ എന്നാ ഇപ്പൊ നോക്കിയ ഇപ്രാവശ്യം എപ്പോഴും പറയണ പോലെ അല്ല, ഡാഡിക്ക് ഇച്ചിരി പൈസ വരാണ്ട്. അത് വരും. അത് വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യണത് നമ്മൾ രണ്ടുപേരും കൂടെ പോയി പാദസരം മേടിക്കും. എപ്പോഴും എന്തും വാങ്ങിച്ചു അവസാനം കിട്ടാതിരിക്കുമ്പോ ഭയങ്കര വേദനയാണ് കേട്ടോ. അത് ഡാഡിക്ക് അറിഞ്ഞുകൂടാ. പറയണെങ്കിൽ വാക്കിന് വില വാങ്ങിച്ചു ചുമ്മാ മനുഷ്യനെ വേണ്ട. എനിക്ക് വേണ്ട, ഞാൻ അത് കളഞ്ഞത്.